നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഇന്ന് ആരൊക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നാട്ടുകൂട്ടത്തിനെ പരിചയപ്പെടാം. കറുക എത്നിക് ബാൻഡ് ഒരു അതിഥിയും കൂടെ നമുക്ക് ഇവിടെ സ്വാഗതം ചെയ്യാനുണ്ട്. ആണോ? അതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമൃത TV നടത്തിയ ഡിജിറ്റൽ മീഡിയ അവാർഡ് 2025 ഒരു വിന്നറാണ് ഇവിടെ വരാൻ പോകുന്നത്. ബെസ്റ്റ് ഫിക്ഷൻ എമർജിംഗ് അവാർഡ് വിന്നർ അൻസു മരിയ. വെൽക്കം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ദൈവമേ, ഇത്ര പാവമാണോ അൻസു? വീഡിയോയിലൊക്കെ നമ്മൾ കാണുമ്പോ ജിൽ 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 എന്ന് നിൽക്കുന്ന ഒരാളാണല്ലോ. സ്കൂള് കുട്ടിയല്ലേ? അതെ അല്ലേ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഞാൻ 9th പഠിക്കുന്നത്. എന്റെ വീട് എറണാകുളം മുളന്തുരുത്തിക്ക് അടുത്ത. ഈ പഠിത്തവും വീഡിയോ എടുക്കലും എല്ലാം കൂടെ നമ്മള് ശനിയാഴ്ച ഞായറാഴ്ച വീഡിയോ ചെയ്യും. അപ്ലോഡ് ചെയ്യുന്ന ഞായറാഴ്ച വ്യാഴാഴ്ച. അപ്പൊ എല്ലാ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും കറക്റ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും? ചെയ്യും. അല്ല മോളെ, ഈ കണ്ടന്റ് ആരാ ക്രിയേറ്റ് ചെയ്യുന്നത്? ആരാണ് ഈ സ്ക്രിപ്റ്റും എഴുതുന്നത്? ഡയലോഗ്സ് എങ്ങനെ പറയണം, എങ്ങനെ എഡിറ്റ് ചെയ്യണം? കണ്ടന്റ് ഞാനും പിന്നെ ജയകൃഷ്ണൻ സാറുന്നുണ്ട്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ടാണ് ഓരോ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. സാറാണ് നല്ല മെയിൻ ആയിട്ട് കണ്ടന്റ് സെറ്റാക്കി തന്നെ. കൗണ്ടറൊക്കെ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്ത്. ഈ കണ്ടന്റ് ആരായിരുന്നു? മറ്റേ പഠിക്കുന്ന കുട്ടികൾ വീട്ടിലിരുന്നാലും പഠിക്കും, അല്ല അങ്ങനെയല്ലേ? ശുഭദിനം. അതാരാ കണ്ടന്റ്? അത് സാറ് കണ്ടന്റ് തന്ന ഞാനും കൂടെ കൗണ്ടർ കയറ്റി. അതുപോലെ തന്നെ എല്ലാവരും 9ാം ക്ലാസ് പഠിക്കുമ്പോ കൗണ്ടർ കയറ്റി തുടങ്ങി. അതെ, ആ കണ്ടന്റ് ഒന്ന് കാണിക്കുവോ? ഒന്ന് കണ്ടാലോ നമുക്ക്? ശുഭദിനത്തിന്റെ പഠിക്കുവാൻ സ്കൂളിലോട്ട് തന്നെ എഴുന്നള്ളണമെന്നില്ല. പഠിക്കുന്ന കുട്ടികൾ വീട്ടിലിരുന്നാലും പഠിച്ചുകൊള്ളും. ശുഭദിനം. അപ്പൊ അമ്മ വരും, അമ്മ വന്നിട്ട് അടി കൊടുക്കും. എടുത്തിട്ട് എന്താ പറയണേ? സ്കൂളിൽ പോയിരിക്കണം, ഓരോരോ അടവായിട്ട് വന്നോളെന്ന് പറഞ്ഞ അടിക്കും. സ്കൂളിൽ പോകാൻ പറയും. ഇങ്ങനെയുള്ള കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ 10 വെട്ടി മുട്ടിനടിക്കുക. ഭയങ്കര കോൺഫിഡൻസ്. അപ്പൊ ആ ഒരു വീഡിയോന്റെ കണ്ടന്റ് പറയാൻ പറഞ്ഞപ്പോ പേഴ്സണാലിറ്റി മാറി. സൂപ്പർ. അതല്ലേ ചേച്ചി ഈ പ്രായത്തിൽ ഒരു അവാർഡ് മേടിച്ചിരുന്നിരിക്കുന്നത്? സത്യം. നമ്മുടെ ഇവിടെ അവാർഡ് കിട്ടിയിട്ട് എന്നാ തോന്നി? ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല കിട്ടുമെന്ന്. പിന്നെ ഓൾറെഡി ഞാൻ കോമഡി മാസ്റ്റേഴ്സ് എപ്പോഴും കാണാറുണ്ട്. നിങ്ങളെല്ലാവരും കാണണമെന്ന് വെച്ചിരുന്നതാണ്. പിന്നെ അമൃത TVയുടെ വകയായിട്ട് ഈ അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ കൂടെ നിന്ന എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ വീട്ടുകാർ, ജയകൃഷ്ണൻ സാറ്, എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഓഡിയൻസും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്നിങ്ങോട്ട് വിളിച്ചതിൽ ഒരുപാട് താങ്ക് യു ഉണ്ട്. വിചാരിച്ചില്ല. നന്ദിയുണ്ട്. ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കണ്ടന്റുകളൊക്കെ കാണാറുണ്ട്. ശരി, നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കോണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ? കോണ്ടന്റ് അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഒരു ചെറിയ കുസൃതി ചോദ്യം സെറ്റ് ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വെറുതെ വന്നാൽ ശരിയാവില്ലല്ലോ. കോമഡി പറഞ്ഞോണ്ടിരിക്കുന്നില്ലേ? ചോദിക്കട്ടെ? ആദ്യത്തെ ചോദ്യമാണ്. ഒരു മരത്തില് 5 കിളികളുണ്ടായിരുന്നു. അപ്പോ ഒരു വേട്ടക്കാരൻ വന്നിട്ട് അതിനകത്ത് ഒരു കിളീനെ വെടിവെച്ച് കൊന്നു. ഒരു കിളീനെ വെടിവെച്ച് കൊന്നു. അപ്പൊ ബാക്കി ആ മരത്തില് എത്ര കിളികളുണ്ടാവും? ബാക്കി സാധാരണ അങ്ങനെ വെടിവെച്ച് കേട്ടാൽ പക്ഷികൾ അവിടെ കൂട്ടം കൂടി നിൽക്കാറില്ല, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ. അപ്പൊ എന്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നോ കിളി there. എന്റെ കിളി കിളി പാറുന്നൊരു കറക്റ്റ് ഉത്തരം. ശരിയാ. അല്ല, ആ ലെവൽ ആൾക്കാർക്കുള്ളതായി. ആ പോയ കിളിയില്ലേ, 4 കിളി പോയില്ലേ? ഇതിനൊരു കിളി പോയി. ബാക്കി വേറൊരു മരത്തില് ഇതേ വേട്ടക്കാരൻ തന്നെ വന്നിട്ട് അതിനകത്ത് ഒരു കിളീനെ വീണ്ടും വെടിവെച്ച് വന്നു. അപ്പൊ ആ സൗണ്ട് കേട്ടിട്ട് 5 കിളികളുണ്ടായിരുന്നു, ഒരെണ്ണത്തിന് വെടിവെച്ച് വന്നു. ബാക്കി 3 എണ്ണം ആ ഇത് സൗണ്ട് കേട്ടിട്ട് പറന്നുപോയി. ബാക്കി ഒരെണ്ണം മാത്രം അവിടെ ഇരുന്ന്. അതെന്താ കാരണം? അത് ചത്തകിളിയായിരുന്നു. ആദ്യം വെടികൊണ്ട് ചത്തകിളി. വേറെ മരം അല്ല, ആ കിളി എയർപോർട്ട് വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കുന്നു. എന്നായിട്ടായിരിക്കും കിട്ടിയത്? ഇല്ല, മെഡിക്കൽ ഞാൻ പൂജാ നമ്പർ എടുക്കും. അത് ശരിയാ. അടുത്ത ക്വസ്റ്റ്യൻ ശ്വേത ചേച്ചിനോടാണ്. വേറെ ആരും പറയുന്നത് എന്നോട് ഒന്നും ചോദിച്ച കാര്യമില്ല. എന്റെ എപ്പോഴും കിളി പോയിരിക്കുകയാണ്. ചെറിയ ചോദ്യ. ആദ്യം നിങ്ങളാരും പറയരുത്. ഇപ്പൊ ഇല്ല, ചോദിച്ചിട്ട് അറിയില്ലെങ്കിൽ പറയാം. ഒരാന ഒരു ദിവസം. അപ്പൊ എന്റെ സൈസിനെ പറ്റിയാണല്ലേ ഇത്? അയ്യോ അല്ല, അത് വേറെ ആന. അങ്ങനെ വേറെ ഡിഷ് ശരിക്കുള്ള ആന. ആ ആനയുടെ മുന്നില് ഒരു 10 ആപ്പിൾ കൊണ്ട് വെച്ചു.
അതിനകത്ത് 5 എണ്ണം മാത്രം ആ ആന തിന്നു, ബാക്കി 5 എണ്ണം തിന്നില്ല. അതിനുള്ള റീസൺ എന്താ? വേറെ ആരും പറയരുതേ. അതിനുള്ള റീസൺ എന്താ? 5 എണ്ണം തിന്നില്ല, അവൻ ഡയറ്റിലാവും എന്റെ പോലെ. അല്ലല്ല, അറിയില്ലടാ. ഞാൻ പറയട്ടെ, 5 ആപ്പിളും മറ്റേ 5 ആപ്പിൾ ഫോണായിരുന്നു. നോ 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 നോ, കടിച്ച പ്ലാസ്റ്റിക് ആപ്പിൾ, പ്ലാസ്റ്റിക് അതന്നെ. പ്ലാസ്റ്റിക് ആപ്പിൾ. 5 എണ്ണം ശരിക്കുള്ളത്, 5 എണ്ണം പ്ലാസ്റ്റിക് ആപ്പിൾ. എവിടെ നീട്ടി? അറിയാതെ പറഞ്ഞു പോയതാ. ഇവിടെ എല്ലാരും അറിയണം. അല്ല ശരിയാ, കറക്റ്റാ. 5 ആപ്പിൾ പ്ലാസ്റ്റിക് ആയിരുന്നു. ഞാൻ പറയുമ്പോ ഇവിടെ എനിക്കൊരു കയ്യടി പോയി. വേറൊരെണ്ണം ഉണ്ടേ. അല്ല അതിന്റെ തന്നെ ബാക്കി കേട്ടാ. പിറ്റേ ദിവസം ഈ ഒരാനയ്ക്ക് കൊണ്ടുപോയിട്ട് 10 ആപ്പിള് കൊടുത്ത്. പക്ഷെ ആ 10 ആപ്പിൾ ആന തിന്നില്ല. കാരണം എന്താ? 10 പ്ലാസ്റ്റിക് ആപ്പിളായിരുന്നു. അല്ല, 10 ആപ്പിൾ അല്ലേ? അല്ല, 10 എണ്ണം കൊടുത്തു. കഴിക്കത്ത് എന്താ വെച്ചാലും അതിന് ആ ദിവസം പറ്റിച്ചില്ലേ, ആ സങ്കടത്തിലൊന്നും അല്ല, ഡിപ്രഷനാ. ഡിപ്രഷൻ ആയി. അല്ല, ആ ആന വെജിറ്റേറിയൻ ആയിരുന്നു. പിന്നെ സോറി. നീ വിചാരിച്ച അകത്ത് മുട്ട വെച്ച ആപ്പിളെന്നാ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ആന ജീവനുള്ള ആനയാണോ? അല്ല, ഞാൻ പറയാം, എനിക്ക് കിട്ടി. ആന പ്ലാസ്റ്റിക് ആയിരുന്നു. ഇതെന്തെല്ലാം പറഞ്ഞേ. ഞാൻ ഇത് എവിടെ എന്റെ തല ഇടിച്ചെവിടെയെങ്കിലും? നോബി, നമ്മളെന്തിനു നീ എന്ത് കൂടെ പറ്റി? എന്തോ ഞാൻ ഈയിടെയായിട്ട് PSCക്ക് പഠിക്കുന്നു. മതി മതി, ഇനി ഇതുമേ പിടിച്ചു പോയാൽ നമുക്ക് ഇനിയും വേറെ കൗണ്ടേഴ്സും കാര്യങ്ങളും കിട്ടും. എനിവേസ് അൻസു, വെൽക്കം ടു കോമഡി. താങ്ക് യു. Comedy Masters.